എവരിവൺ, എല്ലാവർക്കും എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എന്താ പറയുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിൽ പല ആൾക്കാരും ഫ്രീലാൻസിങ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്രീലാൻസിങ്ങിനെ എങ്ങനെ ഞാൻ ക്ലയൻസിനെ കണ്ടുപിടിക്കും, ഇനി അതല്ലാന്നാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ഞാൻ ലീഡ്സ് കൊണ്ടുവരാം, അല്ലെങ്കിൽ എവിടുന്നാണ് ഞാൻ ലീഡ്സ് തപ്പിയെടുക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ബിഗിനിങ് സ്റ്റേജിൽ അവർക്കൊക്കെ ലീഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ഫ്രീലാൻസിങ് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലീഡുകൾ, കുറച്ച് ക്ലയൻറ്റുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്രീ ടൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾക്ക് കുറേ ലീഡുകൾ കണ്ടുപിടിക്കാനും അത് സോർട്ട് ചെയ്തിട്ട് എങ്ങനെ ക്ലയൻറ്റിനെ പിച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ആവാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടൂളിനെ കുറിച്ചാണ്, ദാറ്റ് ഈസ് ലിങ്ക്ഡിൻ. നമ്മളെല്ലാവരും ജോബുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ആൾക്കാരും ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ലിങ്ക്ഡിൻ അതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അടങ്ങിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രൊഫഷണൽസുമായിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ കൊലാബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. പക്ഷെ എങ്ങനെയാണ് ലിങ്ക്ഡിൻ നമ്മൾക്കൊരു ലീഡ് ജനറേഷൻ പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിനൊന്നും വേണ്ട, നിങ്ങളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിൽ അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നല്ല നല്ല കോണ്ടന്റുകളും പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യുക. നിങ്ങൾ ചെയ്തിരിക്കുന്ന കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുക. സോ ദാറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളടുത്ത ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് തോന്നും, നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം എന്നുള്ളൊരു ഫീൽ അവിടെ വരും. ആൻഡ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലീഡുകൾ പിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കയറുക. ആൻഡ് നിങ്ങളിവിടെ ജസ്റ്റ് നിങ്ങളുടെ നിഷ്, ഇപ്പം ഞാൻ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ചു. സോ ഞാൻ എന്ത് ചെയ്യുക, ഡോക്ടേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സ്പെസിഫിക് നീഷിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുക. സോ ഞാനിവിടെ ഡോക്ടേഴ്സ് എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ലൊക്കേഷനും സോർട്ട് ചെയ്ത്, ഇപ്പം ഞാൻ കേരള കൊടുത്തിട്ടുണ്ട്. അപ്പം കേരളത്തിൽ ഇപ്പോൾ ലിങ്ക്ഡിനിൽ എന്താ പറയുക ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഫൈൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അവരെ എന്തൊക്കെയാണ് അവർ ലിങ്ക്ഡിനിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് അവരുടെ പോരായ്മകൾ, എന്തൊക്കെ അവർക്ക് ശ്രദ്ധിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവർക്കൊരു പിച്ച് മെയിൽ അയക്കാനായിട്ട് സാധിക്കും. ആൻഡ് അതല്ല, ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ എടുത്തതുപോലെ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുടെ പേര് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. ഈ ഇവരുടെയൊക്കെ ഇമെയിൽ ഐ ഡീസ്, ഇവരുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള, സോ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൂളാണ് ഈ സിഗ്നൽ ഹയർ എന്ന് പറഞ്ഞൊരു ടൂൾ. സോ അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ ക്രോമിലോട്ടേക്ക് നമ്മൾക്ക് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നിങ്ങൾ സിഗ്നൽ ഹയർ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ നിങ്ങളുടെ ക്രോമിൽ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലിങ്ക്ഡിൻ തുറന്നു, ഞാനിവിടെ ഡോക്ടേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെ എല്ലാം തന്നെ കോൺടാക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിവീൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നിങ്ങളത് റിവീൽ കോൺടാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സിഗ്നൽ ഹയർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നിങ്ങൾക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ ലിസ്റ്റിലോട്ടേക്ക് നിങ്ങൾക്ക് ഇമെയിൽസ് ഒക്കെ അയക്കാനായിട്ട് സാധിക്കും. ആൻഡ് അത് മാത്രമല്ല, അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് വേറെയും ലീഡ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേറൊരു ടൂളാണ് snov.io എന്ന് പറഞ്ഞിട്ടുള്ള ടൂളും. അവിടെ നമ്മൾക്ക് ഒരുപാട് ലീഡ്സ് കണ്ടുപിടിക്കാനായിട്ട്, പുറമേ ഉള്ള ലീഡ്സ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ജോബ് ടൈറ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് ലെവൽ, ആ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ലെവൽ, ഇപ്പം വളരെ കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെ. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പനീസിന്റെ നെയിമും അതേപോലെ തന്നെ ലീഡ്സും നിങ്ങൾക്ക് ഈ ഒരു ടൂളിൽ നിന്ന് കിട്ടും. ആൻഡ് അതുമല്ല, നിങ്ങൾ ഫൈൻഡ് ദാറ്റ് ലീഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെയും ഒരു ടൂൾ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ലീഡ്സ് ഒക്കെ കളക്ട് ചെയ്യാനും ആ കളക്ട് ചെയ്ത ലീഡ്സിലോട്ടേക്ക് ഇമെയിൽസ് അയക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലീഡ്സ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഇപ്പം ഡെന്റൽ ക്ലിനിക്സ് ഇൻ കൊച്ചി എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അഫ്കോഴ്സ് നമുക്ക് ആദ്യം തന്നെ വരുന്ന റിസൾട്ട് എന്തായിരിക്കും, മാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളായിരിക്കും നമുക്ക് വരുന്നത് അല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഡെന്റൽ ക്ലിനിക്സ്, കൊച്ചിയിലുള്ള ഡെന്റൽ ക്ലിനിക്സിന്റെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ടൊക്കെ അവരുടെ ഇമെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് അവരിലോട്ടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെയിൽസും കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടി പറ്റും. ഇനി അതിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു വഴി ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് ജിമാപ്പ് എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. സോ ആ എക്സ്റ്റൻഷനിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത്രയും ഡേറ്റാസിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കയറി ഞാൻ വീണ്ടും
ഡെന്റൽ ക്ലിനിക്സ് ഇൻ കൊച്ചി എന്ന് അടിച്ചു. അപ്പം ഒരുപാട് ലിസ്റ്റുകൾ എനിക്ക് വരും. സോ ഞാൻ ഈ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ സ്റ്റാർട്ട് എക്സ്ട്രാക്ടിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ആ സ്റ്റാർട്ട് എക്സ്ട്രാക്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എക്സൽ ഫോർമാറ്റിലോട്ടേക്ക് അത്രയും ലിസ്റ്റുകൾ, അതായത് മാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും ഡെന്റൽ ക്ലിനിക്സിന്റെ ലീഡ്സ് നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാനായിട്ട് സാധിക്കും. സോ ആ ലീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഓരോ ആൾക്കാരുടെയും ബിസിനസ്സും കാര്യങ്ങളും പഠിക്കുക, അവരുടെ നെഗറ്റീവ്സും അവരുടെ പോസിറ്റീവ്സും പഠിക്കുക. ആൻഡ് അതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്താണ് ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവർക്ക് ഇമെയിൽസ് അയക്കാനായിട്ട് സാധിക്കും. അത് രണ്ടാമത്തെ വേ ആണ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ലീഡുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മൂന്നാമത്തെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഗൂഗിളിൽ തന്നെ കയറാം. ആൻഡ് അവിടെ പോയിട്ട് ഞാൻ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് പോലെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് സൈറ്റ് ഇൻസ്റ്റഗ്രാമിൽ കേരളത്തില് ഡെന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് വിത്ത് ജിമെയിൽ ഐ ഡി, അതായത് @gmail.com എന്നുള്ള രീതിയിൽ ഇമെയിൽ IDs കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈൽസിന്റെ ലിസ്റ്റുകളാണ് ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് കണ്ടില്ലേ, ഇത്രയും പ്രൊഫൈൽസിന്റെ ലിസ്റ്റുകൾ എനിക്ക് കിട്ടും. ഇനി ഇവിടെ ഒക്കെ നിങ്ങൾ വീണ്ടും ഈ ഒരു 10 പേജസ് വരെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പ്രൊഫൈൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഒക്കെ പോയിട്ട് ഇവിടെ നിങ്ങളുടെ അവരുടെ ഇമെയിൽ IDസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വീണ്ടും മെയിൽസും കാര്യങ്ങളൊക്കെ അയക്കുക. ആൻഡ് ഇൻസ്റ്റഗ്രാമിന്റെ കേസ് പറയുമ്പോൾ മെയിൽ അയക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അവർക്ക് ഡയറക്റ്റ് മെസ്സേജസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. വൺസ് നിങ്ങളുടെ കയ്യിൽ ഇത്രയും പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ ആ പ്രൊഫൈൽസിലൊക്കെ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് മെസ്സേജസ് അയക്കാനായിട്ട് നോക്കുക. സോ ദാറ്റ് അത് കുറച്ചും കൂടി അവിടെ വർക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഇതിപ്പം ഇൻസ്റ്റഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇൻസ്റ്റഗ്രാം മാറ്റിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്ക് കൊടുക്കാം. ആൻഡ് അത് മാറ്റിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇനിയിപ്പോൾ യൂട്യൂബിലുള്ള ലിസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ യൂട്യൂബ് കൊടുക്കാം. സോ അതൊക്കെ എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോംസിൽ ഈ രീതിയിൽ ഡെന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഇമെയിൽ ID @gmail.com എന്നുള്ള രീതിയിൽ ഇമെയിൽ IDs വെച്ചിട്ടുള്ള പ്രൊഫൈൽസിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡേറ്റ ആയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ആൻഡ് അടുത്ത കേസിൽ നമ്മൾ പറയുമ്പോൾ യൂട്യൂബിൽ ഇപ്പൊ നിങ്ങൾക്ക് സെപ്പറേറ്റ് യൂട്യൂബ് ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ചാനലിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ നീഷ് നോക്കുവാണെങ്കിൽ അവരുടെ ചാനലിൽ കയറിയിട്ട് അവരുടെ അബൌട്ട് അസ് പേജിൽ പോയി കഴിഞ്ഞാൽ അവർ അവിടെ കൊടുത്തിട്ടുണ്ടാവും അവരുടെ ഇമെയിൽ IDസും കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ. സോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇമെയിൽസും കാര്യങ്ങളൊക്കെ അയക്കാം. ആൻഡ് അതിനും നമ്മൾക്ക് ഇന്ന് എക്സ്റ്റൻഷൻസും ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. യൂട്യൂബിൽ ഇമെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് ലീഡുകൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു യൂട്യൂബ് ചാനൽ വന്നു, ഡെന്റിസ്റ്റ് കൊച്ചി ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഇമെയിൽ ഫൈൻഡർ ആണ്. സോ ഇവിടെ ഞാൻ ഒരു ലൂമിന ഡെന്റൽ ഈസ്തെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെന്റൽ ക്ലിനിക്കിലാണ് ഞാൻ അവരുടെ പ്രൊഫൈലിൽ ഞാൻ കയറിയിട്ടുള്ളത്. സോ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് കിട്ടും. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കും ലീഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യണം. അതായത് ഈ ഡെന്റൽ ക്ലിനിക് കൊച്ചി റിലേറ്റഡ് അല്ലെങ്കിൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ള വേറെ ഒരുപാട് ആൾക്കാരുടെ ലീഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് വേർഷൻസിലോട്ടേക്ക് തന്നെ പോകേണ്ട വരും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് എന്താണ്, നമ്മൾക്കൊരു 100-200 ലീഡുകൾ വരെ നമ്മൾക്ക് ഒരു ദിവസം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ലീഡ്സിന്റെ കാര്യത്തിൽ നമ്പേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ആൻഡ് അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ഇമെയിൽസും കാര്യങ്ങളും അയക്കുക എന്നുള്ളതല്ല. ഓരോ ബിസിനസ്സും ഡിഫറെന്റ് ആണ്. ഓരോ ബിസിനസ്സിനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. സോ എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമെയിൽസ് തന്നെയായിരിക്കണം നിങ്ങൾ അയക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള മെസ്സേജസ് തന്നെയായിരിക്കണം നിങ്ങൾ അയക്കേണ്ടത്. സോ ദാറ്റ് നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കാര്യം നിങ്ങളെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾ ആരാണോ, ഇപ്പം ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾ നല്ലോണം പഠിക്കണം. അവരുടെ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ നല്ലോണം പഠിക്കണം. അവർ കറന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. ആൻഡ് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആ മെസ്സേജിങ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഒരു പിച്ച് ഡെസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ വ്യക്തമായിട്ടുണ്ടാവണം അവരുടെ ബിസിനസ്സിൽ കറന്റ്ലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് നല്ല രീതിയിൽ ഇംപ്രസീവ് ആവുന്ന രീതിയിൽ ഒരു ഡോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വർക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഇമെയിൽ അയച്ചു
അയച്ചു, റിപ്ലൈ വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിട്ട് കളയരുത്. രണ്ടാമത്തേത് ഒന്നും കൂടി ഒരു ഫോളോ അപ്പ് ചെയ്യുക. മൂന്നാമത്തേത് ഒന്നും കൂടി ഫോളോ അപ്പ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്കൊരു റെസ്പോൺസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവർക്ക് വീണ്ടും ഒരു മെയിൽ അയക്കുക, ദിസ് ഈസ് ആർ ലാസ്റ്റ് എന്താ പറയുക ഇമെയിൽ, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഫർദർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എന്താ പറയുക സർവീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ കോൾ ബാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഫോളോ അപ്പ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യാനും അതേപോലെ ലീഡ് ജനറേഷൻ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാം. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.